വീട്ടമ്മമാർക്ക് വയ്യാണ്ടായാലുള്ള ദിവസം ആലോചിച്ചിട്ടുണ്ടോ? അമ്മയില്ലാത്ത അടുക്കളയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം അമ്മമാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ സ്ഥിരം കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും വയ്യാണ്ടായ ആ വീടിന്റെ അവസ്ഥ ആകെ താളം തെറ്റില്ലേ? എന്നാലും പലപ്പോഴും വേണ്ടുന്നൊരു പരിഗണന വീട്ടമ്മമാർക്ക് ലഭിക്കാറുണ്ടോ? ഇതെല്ലാം വലിയ ചോദ്യങ്ങളാണല്ലേ, കാലാകാലങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ്. പലപ്പോഴും ഇതിനൊന്നും ഉത്തരങ്ങൾ കിട്ടാറില്ല. ഉത്തരം കിട്ടാത്തതും കൊടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം കൂടി ചേർന്നതാണല്ലോ നമ്മുടെ ജീവിതം. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാ വീട്ടമ്മമാർക്കും വേണ്ടി ഇന്നത്തെ വ്ളോഗ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. രാവിലെ തന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി നമ്മൾ തന്നെയാണല്ലോ, അത് ഷെയർ ചെയ്യാനും അത് പങ്കുവയ്ക്കാനും ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ആരെങ്കിലും ഒക്കെ വരുന്നല്ലാണ്ട് സ്ഥിരമായിട്ട് ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല. അത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. ദോശമാവാണ് ഞാൻ. ദോശമാവ് മിക്കപ്പോഴും ദോശമാവ് നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഞാൻ കുറച്ചധികം ദോശമാവ് എപ്പോഴും ഞാൻ അടിച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ ദോശമാവ് ഉണ്ടാവും. ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു കടയുണ്ട്, കടയിൽ നിന്ന് ഓടിപ്പോയി മേടിക്കും. തൊട്ടടുത്താണ് കട. അപ്പോൾ ഇത് നമുക്ക് ദോശമാവ് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അവിടെ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട്, ഞാൻ മാവ് ആവശ്യത്തിന് എടുത്തിട്ട് ഉപ്പിടുള്ളൂ കേട്ടോ. എനിക്ക് മാവ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് പൊങ്ങില്ല എന്നൊരു തോന്നലാണ്. പക്ഷെ അങ്ങനെ ഇല്ല, മാവ് പൊങ്ങി വരും. പക്ഷെ എന്നാൽ രണ്ട് ഉള്ളുകൊണ്ട് എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ചിന്തയാണ് മനസ്സിൽ. ഉപ്പിട്ടിട്ട് ഇനി ഇത് പൊങ്ങിയില്ലെങ്കിലോ, രാവിലത്തെ പരിപാടി ആകെ താളം തെറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുത്ത ശേഷമാണ് അതിലേക്ക് ഉപ്പൊക്കെ ഇടുന്നത്. അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ആണ് കേട്ടോ. ഞാൻ കിഴക്ക് ഭാഗത്തുനിന്ന് സൂര്യൻ ഉദിച്ചിട്ടുള്ള ആ ഒരു ലൈറ്റ് റേ ആണിങ്ങനെ നല്ല ഭംഗിയിൽ കിച്ചണിൽ ഇങ്ങനെ നിൽക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴൊക്കെ നമ്മുടെ മുഖത്തടിക്കുകയും ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ രാവിലെ വന്ന് ആ ഒരു ചെറിയൊരു ഇരുട്ടോട് കൂടിയിട്ടാണ് ജനലൊക്കെ തുറന്നിടുന്നത്. അപ്പോൾ ഒരു പ്രത്യേകതയാണ്. പയ്യെ വെട്ടം ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ അരിച്ചരിച്ച് കയറി വരികയും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അത് വീട്ടമ്മമാർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇഷ്ടത്തോടു കൂടി കുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അതൊക്കെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. എനിക്ക് നല്ല തൊണ്ടവേദനയാണ് കേട്ടോ. കാരണം നമുക്ക് തണുത്ത വെള്ളം കുടിക്കുമല്ലോ നമ്മൾ ചൂട് വരുമ്പോഴത്തേനും നന്നായിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വ്ളോഗുകളിലൊക്കെ കാണുന്നുണ്ടല്ലോ, നല്ല തണുത്ത സംഭാരവും തണുത്ത നാരങ്ങ വെള്ളമൊക്കെ കലക്കി കുടിക്കുകയാണ് ചൂട് കാരണം. ഇപ്പോൾ തൊണ്ടവേദന നല്ല സ്ഥലമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോലികളൊക്കെ മാക്സിമം ഒന്ന് ഞാൻ ചുരുക്കി ചെയ്യുകയാണ്. അപ്പോൾ വൈകുന്നേരം വരേക്കുള്ള കറികളൊക്കെ ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കി വെക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന 3-4 പച്ചക്കറി, കുറച്ച് അച്ചിങ്ങ, കുറച്ച് കോവയ്ക്ക, കുറച്ച് തക്കാളി, ഒരു സവാള എല്ലാം കൂടി വെളിച്ചെണ്ണയിലിട്ട് കുറച്ച് കറിവേപ്പില വാരിയിട്ടിട്ട് നമുക്കൊന്നത് വാട്ടിയെടുക്കാം. ഞാൻ സാമ്പാറാണ് വെക്കുന്നത്. സാമ്പാർ എന്ന് പറഞ്ഞാൽ A to Z പരിപ്പ് വെള്ളത്തിലിട്ട് അവസാനം കായപ്പൊടി ഇടുന്നത് വരെയുള്ള നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള സാമ്പാറല്ല, തട്ടിക്കൂട്ട് സാമ്പാറാണ്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട ശേഷം കുറച്ച് വേപ്പിലയും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാൻ മീൻസ് അതിൻ്റെ ആ ഒരു പച്ച അവസ്ഥയിൽ നിന്ന് മാറി വരുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തത്. കാരണം വെണ്ടയ്ക്ക നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗുമ്മുണ്ടാവില്ല, അതങ്ങനെ കിടന്ന് ഇങ്ങനെ കുഴന്നായിപ്പോവും. നമ്മളൊരു ഫൈനൽ സ്റ്റേജ് ആയി നന്നായിട്ട് ചട്ടി ഇങ്ങനെ ചൂടായിട്ട് നിൽക്കുന്ന സമയത്താണ് വെണ്ടയ്ക്ക ഇടുന്നതെങ്കിൽ അങ്ങ് കുഴഞ്ഞു പോകത്തില്ല, ഉടയാണ്ട് നമുക്ക് സാമ്പാറിൽ കിട്ടുക. അതുപോലെ കുറച്ച് കഷ്ണമുള്ളൂ, നമുക്കിത് രാത്രിത്തേക്ക് വരെ വേണ്ടുന്നതുമാണ്. അപ്പം നമുക്ക് ആ വെണ്ടയ്ക്കയും തക്കാളിയും അച്ചിങ്ങയും കോവയ്ക്കയും നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് സാമ്പാർ പൊടി. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണെങ്കിൽ വേറെ പൊടികളൊന്നും ഇടേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലാകാതെ അപ്പോൾ ആ പൊടികളെല്ലാം ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. തൊണ്ടയ്ക്ക് ഇങ്ങനെ
ഇടയ്ക്കൊന്നൊരു ഒരു ഒരു കരകരപ്പ് വരും, വോയിസ് കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറും. അത് ഈ ചൂടിൻ്റെ ആണ്, തണുത്ത വെള്ളം കുടിച്ചതിൻ്റെ ആണ്, ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. അപ്പോൾ അത് എൻ്റെ വിഴ. അപ്പം ഞാനത് പയ്യെ പയ്യെ മാറ്റിയേക്കാം. അപ്പം നന്നായിട്ടത് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും ആവശ്യത്തിന് കായം ചേർത്ത് കൊടുക്കാം. കായം ചേർത്ത് കൊടുക്കുക. നമുക്ക് ഉപ്പ് പോരാന്നാണെങ്കിൽ ഉപ്പ് ഇപ്പം ചേർക്കാം, അല്ലെങ്കിൽ ഏറ്റവും അവസാനമാണെങ്കിൽ ചേർക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ തലേ ദിവസം വൈകിട്ട് നമുക്ക് പരിപ്പ് കറിയായിരുന്നു, ഞാൻ ഇതിന് മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പരിപ്പ് കറി ബാക്കി വരികയാണെങ്കിൽ ഞാൻ ഉടനെ സാമ്പാറാക്കും. കാരണം പലപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി അധികം ഞാൻ എടുക്കാറുണ്ട്. സാമ്പാറാണ് എന്നൊരു ചിന്ത മനസ്സിൽ പിറ്റേ ദിവസത്തേക്ക് വേണം എന്നാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി പരിപ്പ് ഞാൻ എടുക്കും. ഇപ്പം പരിപ്പ് കറി അങ്ങനെ വെച്ചിട്ട് ബാക്കി വരുന്നത് സാമ്പാറാക്കിയ ഒരു കുഴപ്പമില്ല, ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ള പരിപ്പ് കറിയാണ് അതിലേക്ക് ഞാൻ ഇട്ടത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ തട്ടിക്കൂട്ട് സാമ്പാറാണ്. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് തിരിയാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ടുമാണ്. രാവിലെ എണീക്കുമ്പോൾ നല്ല തൊണ്ടവേദന ഉണ്ട്, ഇങ്ങനെ ഉമിനീരും കൂടി ഇറക്കാൻ പറ്റില്ല. ഒരു 10-11 മണിയാകുമ്പോഴേക്കും കുറയും. നമ്മൾ ഗാർഗിൾ ചെയ്യും, ഉപ്പുവെള്ളമൊക്കെ ഇട്ട് ഗാർഗിൾ ചെയ്യുമ്പോഴത്തേനും കുറയും. പക്ഷെ എന്നാലും തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ടാണ് രാവിലെ നിന്നിങ്ങനെ. അത് എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും അങ്ങനെ ഈ ഒരു സീസണിൽ തൊണ്ടവേദനയും ചെറിയൊരു തൊണ്ടയടപ്പൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പം നമ്മൾ കറി വയ്ക്കുന്ന കാര്യം പറയട്ടെ. അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി സാമ്പാർ പൊടി മേലെ തൂക്കുക. കുറച്ച് കായത്തിൻ്റെ പൊടിയും ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്തേക്കാം നമുക്ക്. കാരണം നമ്മൾ എല്ലാം ചേർത്ത് വന്ന് കുഴച്ചൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ ഉപ്പ് കുറവുണ്ടോ, അത് കുറവുണ്ടോ, ഇത് കുറവുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പം അതൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് എടുക്കുക. ഒരു നുള്ള് പഞ്ചസാര ചേർക്കുക കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോഴാണ് സാമ്പാറിന് കറക്റ്റ് ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പ് കറികൾ ഞാൻ സാമ്പാറാക്കി മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിങ്ങനെ ബാക്കി പരിപ്പ് കറി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സാമ്പാറായിട്ട് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ചെയ്ത് കഴിച്ച് ഒരു കുഴപ്പമില്ലാത്ത ആൾ പറയുന്ന ഗ്യാരണ്ടിയാണ്, ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റ തവണ ഇഡ്ഡലി ഉണ്ടാക്കിയുള്ളൂ, കാരണം ഏട്ടൻ വീട്ടിലില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടാവില്ല. അപ്പം ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഇവിടെ ദോശമാവ് ഇരിക്കുന്ന കാണുമ്പോഴത്തേനും ചിലപ്പോൾ ഇഡ്ഡലി അങ്ങനെ കഴിക്കത്തില്ല, അധികം കഴിക്കില്ല. ദോശ മതി എന്ന് പറയും, ആരെങ്കിലും പറയും ദോശ മതി എന്ന്, മക്കളിലാരെങ്കിലും. അപ്പം അതുകൊണ്ട് എനിക്കത് ഉറപ്പായതുകൊണ്ട് ഞാൻ ഒരൊറ്റ ട്രിപ്പിനുള്ളത് 2 തട്ട് വെക്കാൻ ഒറ്റ തവണത്തേക്കുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ 2 തവണ തട്ട് വെക്കും, ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ കഴിക്കും. ആ മാവ് എടുക്കുന്ന ക്വാണ്ടിറ്റി മാവ് തീരുകയും ചെയ്യും, കറക്റ്റായിട്ട് അത് കഴിക്കാനും നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്ര ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി ആയതുകൊണ്ട് ഇടയ്ക്ക് ഇവർ വന്നും പോയി ഓരോന്നൊക്കെ കഴിക്കും. ഞാൻ പറഞ്ഞില്ലേ, ജോക്കുട്ടൻ അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ദോശ മതി. അപ്പോൾ അവനുള്ള ദോശ 2 ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ ഇടയ്ക്ക് വന്ന് ഇഡ്ഡലി കഴിക്കും കേട്ടോ, അവന് ഇഷ്ടമാണ് ഇഡ്ഡലി. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വന്നും പോയി അവനിങ്ങനെ കഴിക്കും. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശേക്ക് അവനിങ്ങനെ കഴിച്ചോളും. അപ്പോൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ പാൽച്ചായ ഒന്നും ഇടാൻ പോയില്ല കേട്ടോ, എനിക്ക് വയ്യ. എനിക്ക് ഫുഡൊക്കെ ഇറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തല കഴുകിയില്ല, മേല് മാത്രം കഴുകി ഡ്രസ്സ് മാറി വന്നു. നമ്മുടെ സെറ്റിയില്ലേ, ജോക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം അതിലേക്ക് വീണു. അപ്പം ഞാനും അന്നമോളും കൂടി അത് പിടിച്ചിട്ട് റോഡിൻ്റെ ഒരു സൈഡിൽ നല്ല വെയിലുള്ളിടത്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയൊന്നും വരാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു വശത്തേക്ക് ഒതുക്കി വെച്ചേക്കണം. അപ്പം നന്നായിട്ട് വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ നനവ് അങ്ങോട്ട് പൊക്കോളും. അപ്പം അന്നമോള് എന്നെ സഹായിക്കാണ് കേട്ടോ. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊരു തോന്നൽ പറഞ്ഞ് പറയാം, എന്നാൽ ചെയ്തോ എന്ന് പറയും. ചെയ്തോട്ടെ, കുട്ടികളാവുമ്പോഴും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ, നിർബന്ധിക്കാറൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ. നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരൊറ്റ പണിയുള്ള അവളുടെ ബാഗ് ക്ലീൻ ചെയ്യൽ. അതെനിക്ക് നിർബന്ധമാണ്, അവൾ തന്നെ അവളുടെ ബാഗ് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ സ്വയം ക്ലീൻ ചെയ്യുമ്പോഴേ അവർക്കതൊരു ബോധ്യം ഉണ്ടാവുള്ളൂ. എൻ്റെ ബാഗിൽ ഇത്രത്തോളം അഴുക്കുണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം ചവറ് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം പേപ്പർ ഞാൻ കീറാൻ പാടില്ല എന്നൊരു തോന്നൽ കുഞ്ഞുങ്ങൾക്ക് വരണമെങ്കിൽ അവരുടെ ബാഗൊക്കെ അവർ തന്നെ റെഡിയാക്കണം. അപ്പം നമ്മൾ കൊച്ചു കാര്യങ്ങളൊക്കെ ഒരു 6 വയസ്സ് 7 വയസ്സ് കഴിയുമ്പോൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ഏൽപ്പിക്കുക. അതിന് തെറ്റൊന്നുമില്ല കേട്ടോ, അതൊരു തെറ്റായിട്ടും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ഇവള് പറയും, ജോക്കുട്ടൻ എന്താ ഒന്നും ഏൽപ്പിക്കാത്ത? ഞാൻ പറയും, അവനൊരു പ്രായം വരുമ്പോഴത്തേനും അവനോടും കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പറയും. അതെന്തായാലും പറയാണ്ടിരിക്കില്ല. അപ്പം നമ്മളെല്ലാം നമ്മൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറയുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ സീസൺ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഈച്ച എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഈച്ചയാണ് വീടിൻ്റെ അകത്ത്. അപ്പം ഞാൻ കുറച്ച് വിനാഗിരി, ഒരു നുള്ള് നമ്മുടെ ലിക്വിഡ് സോപ്പും പിന്നെ സാധാരണ നമ്മുടെ ടാപ്പ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട്
എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. വിനാഗിരിയുടെ മണം വരുമ്പോൾ തന്നെ ഈച്ച കുറേയൊക്കെ പോകും കേട്ടോ. പക്ഷെ അത് 1-2 വട്ടം നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്യണം. അപ്പം നമ്മൾ എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഞാനത്. അത് വെച്ചിട്ട് തന്നെയാണ് അന്നമോള സ്റ്റാൻഡും ക്ലീൻ ചെയ്തത്. കാരണം നല്ലതാണ്, ബാഡ് സ്മെല്ലൊന്നുമില്ല. ആ ഒരു ലിക്വിഡ് സോപ്പിൻ്റെ മണവും വിനീഗറിൻ്റെ ആ ഒരു കുത്തലുള്ളൊരു മണമില്ല, ഒരു പുളിച്ച മണം, അതും ഈ ലിക്വിഡ് സോപ്പിൻ്റെ മണവും കൂടി വരുമ്പോൾ വേറൊരു നല്ല മണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചെയ്യാത്ത ആൾക്കാർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ. കുറച്ച് വിനാഗിരിയും ഇച്ചിരി ലിക്വിഡ് സോപ്പ് ഇട്ടിട്ട് ടാപ്പ് വാട്ടറും കൂട്ടിയിട്ട് നമുക്ക് ലോഷൻ ഉണ്ടാക്കാം. സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാമ്പാർ ഉണ്ടാക്കിയതുകൊണ്ട് ഉച്ചക്കത്തേക്ക് അതൊക്കെ തന്നെ മതി. വല്ല മുട്ടയും പൊരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കഴിച്ചോളും. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനൊരു മുട്ടയും വറുത്ത് കൊടുത്തു, ബാക്കിയുള്ള സാമ്പാറും കൂട്ടിയിട്ടാണ് അവർ കഴിച്ചത്. അപ്പോൾ ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞ് ഞാൻ കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്, ചൂട് കഞ്ഞിയാണ് കഴിച്ചത്, തൊണ്ടയ്ക്ക് വയ്യാഞ്ഞുകൊണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ചോറ് ഇങ്ങനെ ഇപ്പോൾ സാമ്പാറും മുട്ടയും കൂടി കൊടുത്തു. ഇത് ഞാൻ കുറച്ച് ദിവസമായി പറയണേ മിക്സർ ഉണ്ടാക്കാമെന്ന്. അതിനകത്ത് കുറച്ചൊരു 1/4 കിലോ കടലപ്പൊടി മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അന്തസ്സായിട്ട് നമുക്ക് മിക്സർ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതാ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പ് അരിപ്പൊടി, അതിലേക്ക് 3 കപ്പ് കടലപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, കായം ഇട്ടിട്ടുണ്ട്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. കളറ് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ കാശ്മീരി ചില്ലി ചേർത്തുകൊണ്ട് ഞാൻ കളറ് ചേർത്തിട്ടില്ല. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എനിക്ക് പറ്റിയ വെച്ച് ഞാൻ പെട്ടെന്ന് ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു. നിങ്ങൾ അങ്ങനെ ഒഴിക്കരുത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എനിക്ക് പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് അതൊന്ന് നന്നായിട്ട് സെറ്റായിട്ട് എനിക്ക് കിട്ടിയത്. കുറച്ച് സമയം ഞാൻ മെനക്കെട്ടു. പാത്രത്തിൽ നിന്നൊക്കെ പോരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം അധികം ആകുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ പറയില്ലേ, ചാറ് കൂടിപ്പോയി ചോറ് അധികം കിട്ടോ, ചോറ് കൂടിപ്പോയി ചാറും അധികം കിട്ടോ. അപ്പോൾ അതേപോലെ ആയിപ്പോയി എനിക്ക്. വെള്ളം കൂടിപ്പോയി പൊടി അധികം കിട്ടോ, പൊടി കൂടിപ്പോയി വെള്ളം അധികം കിട്ടോ എന്നുള്ളൊരു മട്ടായിപ്പോയി. പിന്നെ ഞാൻ അവസാനം ഞാൻ സെറ്റാക്കി എടുത്തു. നമ്മൾ തോറ്റു കൊടുക്കത്തില്ല. അപ്പോൾ നമുക്ക് മിക്സർ ഉണ്ടാക്കാനായിട്ട് വേറെ ഉപകരണങ്ങളൊന്നും വേണ്ട. നമ്മുടെ സേവനാഴി ഇല്ലേ, അത് മാത്രം മതി. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അച്ചില്ലേ, അച്ഛൻ നിങ്ങളെന്താ പറയുക, ചില്ലെന്നും പറയും നമ്മൾ. അപ്പോൾ അതിലൂടെ ഞാൻ ചെറിയ കുഞ്ഞു ഓട്ടയുള്ള ചില്ലാണ് എടുത്തത്. ചില്ലെന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ ആ ഉള്ളിലെ വട്ടത്തിലെ സാധനത്തിന് പറയണേ. അതിട്ട ശേഷം ഞാൻ എന്താ ഇങ്ങനെ ചുറ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി ചേർക്കണം കേട്ടോ. അരിപ്പൊടി ചേർത്തില്ലെങ്കിൽ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ വെറുതെ ഇങ്ങനെ നുറുങ്ങി പൊടിഞ്ഞു പോകും. എന്നിട്ട് ഞാൻ എന്താ ഒരു കൊട്ടയ്ക്കകത്ത് ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട്, ടിഷ്യൂ പേപ്പറൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ നിരത്തി വെച്ചാൽ മതി. ഞാനിവിടെ സാധാരണ നമ്മുടെ മലയാള മനോരമയുടെ പേപ്പറാണ് എടുത്തേക്കണത്. നമ്മൾ അങ്ങനെയല്ലേ സാധാരണക്കാർ, ഇപ്പം അങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ വറുത്ത് കോരി, ഞാനിങ്ങനെ കോരി എടുത്തപ്പോഴത്തേനും അതിങ്ങനെ ഒന്ന് കുലുക്കിയപ്പോൾ പൊടിഞ്ഞു പോയതാണത്. അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വന്ന ഒരു 3 വട്ടം അങ്ങനെ എനിക്ക് സേവനാഴിയിൽ കറക്കിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. കോല് പോലത്തെ സാധനം. ബാക്കി വന്ന ആ പൊടിയിലേക്ക് കുറച്ചും കൂടി വെള്ളം, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട്, നമ്മുടെ വീട്ടിൽ ഇതേപോലെയുള്ള ഊറ്റുന്ന കയ്യിലുണ്ടാവില്ലേ, കുഞ്ഞു കയ്യിൽ, കുഞ്ഞു കയ്യിലുള്ള ഇതേപോലത്തെ ഇങ്ങനെ പരന്ന ഒരു കുഞ്ഞു മുട്ടയുള്ള കയ്യിലേക്ക് നമ്മളിതാ ആ കടലപ്പൊടി കുറച്ചും കൂടി ലൂസാക്കി കുറച്ച് ഉപ്പും കൂടി ഇട്ട ശേഷം അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഒഴിക്കുക. അപ്പം ഇങ്ങനെ ലഡുവിൻ്റെയൊക്കെ ബൂന്തി വീഴത്തില്ലേ, ബൂന്തി എന്നാ പറയാ അതിന്. അതിങ്ങനെ കുഞ്ഞു മിച്ചറിലുണ്ടാവില്ല ഒരു ഉണ്ട സാധനം. അപ്പം ആ ഉണ്ട ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അതൊരു കളറ് വ്യത്യാസം വരുന്ന സമയത്ത് നമ്മളത് അടുപ്പത്തുനിന്നല്ല എണ്ണയിൽ നിന്നിങ്ങനെ എണ്ണ ഇങ്ങനെ ഊറ്റി ഇങ്ങനെ കോരിയെടുത്ത് മാറ്റുക. ഇത് എനിക്കൊരു 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ കളറ് മാറാണ്ട് നോക്കണം കേട്ടോ. കളറ് മാറിയ ഭയങ്കര ബോറാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നമുക്ക് കുറച്ച് പച്ച അട്ടാണി, അതുപോലെ കുറച്ച് കപ്പലണ്ടി, പിന്നെ പൊട്ടുകടല, കടലപ്പരിപ്പ് എന്നൊക്കെ പറയൂലേ, അത്ര ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് വെളുത്തുള്ളി നമ്മളൊന്ന് തൊലി കളയാണ്. നമ്മൾ മിച്ചറൊക്കെ കഴിക്കുമ്പോൾ വെളുത്തുള്ളി കിട്ടാറില്ലേ, അപ്പം ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട്, തൊലി കളയാണ്ട് ഒന്ന് കുത്തി ചതച്ചിട്ട്, കണ്ടോ, തൊലിയോടുകൂടി തന്നെ ഒന്ന് കുത്തി ചതച്ചിട്ട് ആ തൊലിയോടുകൂടി തന്നെയാണ് നമ്മുടെ പരിപ്പ് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തത്. അത് ഇട്ട് അപ്പോൾ നല്ല മണമാണ് കേട്ടോ. ഈ വെളുത്തുള്ളി ഇങ്ങനെ മൊരിഞ്ഞു വരുമ്പോഴത്തേനും എന്നിട്ട് അതിലേക്ക് 1 തണ്ട്, 1-2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കപ്പയൊക്കെ കുഞ്ഞായിട്ട് വറുത്തിടാം. അതുപോലെ തന്നെ നമ്മുടെ വേറെ കുറേ സാധനങ്ങൾ നമുക്കിതിൽ ചേർക്കാം. ചെറുപയർ വറുത്തിടാം. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം ഇത്ര ഉണ്ടായുള്ളൂ. അപ്പം ഞാൻ അതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടതാ നമ്മുടെ മിക്സറിൻ്റെ ആ ഒരു കൂട്ടിലേക്ക്
നമ്മുടെ ഈ പയറ് പരിപ്പ് അട്ടാണി എല്ലാം വറുത്തത്, വെളുത്തുള്ളി വേപ്പിലേക്ക് ഇട്ട് മൊരിയിച്ചത്. നല്ല മണമാണ് കേട്ടോ. നമുക്ക് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കടയൊക്കെ ഉണ്ടാവില്ല, അവിടെ നിന്ന് വരുന്നൊരു സ്മെല്ലില്ലേ, നല്ല കായത്തിൻ്റെയും നല്ല എണ്ണയുടെയൊക്കെ ഒരു മണം വരില്ലേ. നല്ല എണ്ണയല്ല, എണ്ണ അധികം നല്ലതല്ല, എന്നാലും ആ ഒരു നല്ല സ്മെല്ലില്ലേ, ആ സ്മെല്ലാണ്. അപ്പം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും വേണമെങ്കിൽ കായത്തിൻ്റെ പൊടിയും, പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇതില്ലേ അജ്വൈൻ പൗഡറോ അങ്ങനെ എന്തോ പറയും, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇടാം. ചാറ്റ് മസാലയുടെ പൊടി വേണമെങ്കിൽ ഇടാം, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്. അല്ലാത്തവർക്ക് വെറുതെ ഇങ്ങനെ കാശ്മീരി ചില്ലി ഒന്ന് മേളിൽ തൂക്കി കൊടുക്കുക ഒരു കളറിന് വേണ്ടി. അത് വേണ്ടെങ്കിൽ വേണ്ട, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട ശേഷം നമ്മൾ കയ്യിൽ കൊണ്ട് തന്നെ, നമ്മൾ കൈ കൊണ്ട് തിരുമരുത്. നമ്മൾ കൈ കൊണ്ട് എത്ര ഉടയ്ക്കാമെന്ന് വിചാരിച്ചാലും നമുക്ക് പ്രഷർ വരും കൈക്കൊരു. നമ്മൾ പണിയെടുക്കുമ്പോൾ ഒരു ബലം കൊടുക്കുമ്പോൾ മിക്സർ വെറുതെ തവിട് പൊടിയായി പോകും. മിക്സറായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അവിടെ മിക്സർ അവിടെ നന്നായിട്ട് ഇങ്ങനെ, ഞാൻ വേറെ ടിന്നിലൊന്നും അപ്പം ആക്കിയില്ല, കുറേ നേരം ആ പേപ്പറിൽ തന്നെ ഇങ്ങനെ വിരിച്ചിട്ടു. അതിൻ്റെ ആവിപ്പ് പോകാൻ വേണ്ടി വിരിച്ചിട്ടിട്ട് ഫാൻ ഇട്ട് അവിടെ ഞാൻ കൊട്ട വെച്ച് ഇങ്ങനെ മുകളിൽ മൂടി വെച്ചു. അപ്പോൾ അതിൽ ആവി വെള്ളം ഇടില്ല, കൊട്ടയുടെ ഇടയിലൂടെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ചൂട് പൊക്കോളും. ഫാൻ്റെ കാറ്റ് കൊണ്ട് അത് കറക്റ്റ് ഒരു ക്രിസ്പിനെസ് ആവുമ്പോഴേക്കും എന്താ വെയിലത്തിട്ട് നമ്മുടെ സെറ്റ് എടുത്ത് ഞാനും അന്നക്കുട്ടിയും കൂടി എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ജോക്കുട്ടന് ചെറിയൊരു ചീറ്റലും തുമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ തല കഴുകിച്ചില്ല, മേല് മാത്രം കഴുകിച്ചുള്ളൂ. അന്നമോളോട് ഞാൻ പറഞ്ഞു തല കഴുകണ്ടടാ, കാരണം എനിക്ക് അവന് വന്നേക്കണോണ്ട് എന്തായാലും അവളും ഞങ്ങളൊക്കെ ഒന്നിച്ചല്ലേ, അപ്പോൾ എന്തായാലും അവൾക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മേല് മാത്രം കഴുകി ഡ്രസ്സ് മാറിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മിക്സർ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ അന്ന് കഴുകി വെച്ച് ഭരണിയില്ലേ, ഇപ്പോൾ അത് മേടിച്ചില്ലേ, കഴുകി തുടച്ച് ഉണക്കി വെച്ചതിലേക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഭരണിയിലാണെങ്കിലും കുപ്പിയിലാണെങ്കിലൊക്കെ ഇട്ട് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ പഴയ ആ ഒരു വിറകടുപ്പുള്ള അടുക്കളയൊക്കെ എനിക്ക് ഓർമ്മ വരും. എൻ്റെ അമ്മ ഇങ്ങനെ ഒരു മരത്തിൻ്റെ പലക ഇങ്ങനെ തട്ട് പോലെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഭരണിയൊക്കെ ചായച്ച് മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കും, അച്ചാറിട്ട് വയ്ക്കും, ഇതേപോലുള്ള പലഹാരങ്ങൾ. മുറുക്ക് അമ്മച്ചിയുടെ എനിക്കൊരു എന്താ പറയുക, അമ്മയ്ക്കത് ആഴ്ചയിൽ ഒരിക്കലും മുറുക്കുണ്ടാക്കിയില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് സമാധാനമാവില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു അമ്മയായിരുന്നു. അതിന് ഉണ്ണിയപ്പം അടിപൊളിയായിരുന്നു അമ്മയുള്ള സമയത്ത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിന്ന് നിലത്തിരുന്ന് കഴിക്കാം എന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. അപ്പോൾ എത്ര ഫാൻ ഇട്ടിട്ടും കാറ്റ് പോരാ, നമുക്ക് സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ വിളിച്ചിരുത്തി. ഒരു സന്തോഷമാണല്ലേ നമ്മളുണ്ടാക്കിയ സാധനങ്ങൾ നമ്മുടെ മക്കൾ കഴിക്കുമ്പോൾ. എൻ്റെ മോനാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, സൂപ്പറമ്മ സൂപ്പർ, ഈ വിരലിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കാണിക്കില്ലേ, സൂപ്പറമ്മ കാണിക്കും. അവളും പറയും ഇഷ്ടമായിട്ടമ്മ കൊള്ളാട്ടോ, കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഓരോന്നുള്ളു വാരി കഴിക്കാമെന്ന് പറയുന്നതും അതിലും വലിയ സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. ഈ മിക്സ്ചറിൻ്റെ റെസിപ്പി, മിക്സർ എന്ന് പറഞ്ഞു പോകണം കേട്ടോ, മിക്സ്ചർ എന്നാണ് പറയേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയാം, പക്ഷെ പെട്ടെന്ന് അത് പറഞ്ഞു പോണതാണ്. അപ്പോൾ ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, അവിടെ ഇഞ്ചി ഇട്ടിട്ടാണ് ചായ ഇട്ടിട്ട്, അപ്പോൾ തൊണ്ടയ്ക്കൊരു സുഖം കിട്ടും. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഗതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, അവരോടും കൂടിയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.